ഹായ് ഓൾ. വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഏതൊരു പെൻ ടെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നേരെ ഹാക്ക് ചെയ്ത് തുടങ്ങുകയല്ല. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ കുറെ പ്രീ എൻഗേജ്മെന്റ് ഫേസസ് ഉണ്ട്, അല്ലെങ്കിൽ ടാസ്കുകൾ ഉണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗിലേക്ക് അല്ലെങ്കിൽ വെബ് പെനട്രേഷൻ ടെസ്റ്റിംഗിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരുപാട് പ്രീ എൻഗേജ്മെന്റ് ടാസ്കുകൾ ഉണ്ട്. നമ്മൾ പെൻ ടെസ്റ്റിംഗിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതെന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സ്വാഭാവികമായിട്ടും പെനട്രേഷൻ ടെസ്റ്റിംഗിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൽ ആദ്യം സംഭവിക്കുന്ന കാര്യം എന്തായിരിക്കും? നമ്മൾ നമ്മളുടെ ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, നമ്മളുടെ ക്ലയന്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ക്ലയന്റിനെ നമ്മൾ പരിചയപ്പെടുന്നു, ക്ലയന്റിന്റെ ആവശ്യകത എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുന്നു. ക്ലയന്റ് എന്തിനാണ് നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്? ഓക്കെ, മേ ബി അവരുടെ ഒരു പുതിയ വെബ് ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമിന് കംപ്ലീറ്റ് സെക്യൂരിറ്റി കൊടുക്കാനാണോ, അതോ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ ചില സംശയങ്ങൾ തീർക്കാനാണോ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഓൺഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്ന പെനിട്രേഷൻ ടെസ്റ്റിംഗ് ഫേസിന്റെ ഡൗട്ട്സുകളാണോ? അപ്പൊ ഫസ്റ്റ് നമ്മൾ ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് നമ്മളുടെ ക്ലയന്റിന്റെ റിക്വയർമെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ദെൻ ക്ലയന്റ് പറയുവാണ് ക്ലയന്റിന് വേണ്ടത് വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് ആണ് ക്ലയന്റിന് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമ്മൾ വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ദെൻ പിന്നീട് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മളുടെ സ്കോപ്പ് എന്താണ്, അതുപോലെ നമ്മളുടെ ഡൊമൈൻ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്കോപ്പ് ആൻഡ് ഡൊമൈൻ. ഓക്കെ, നമ്മൾ വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്കോപ്പ് എന്താണ്, അതുപോലെ ഡൊമൈൻ എന്താണെന്ന് മനസ്സിലാക്കും. ഓക്കെ, ഏകദേശം ഇത് പറഞ്ഞു വരുമ്പോൾ ഒരേ തന്നെയാണ് അർത്ഥം വരുന്നത്. ഫസ്റ്റ് വൺ, സ്കോപ്പ്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ഏരിയ ആണ്, എന്താണ് അവിടെ പെൻ ടെസ്റ്റിംഗ് നടത്തേണ്ടത്? കമ്പനി ഒരു ഗൂഗിൾ ആണെന്ന് വിചാരിക്കാം. ഗൂഗിളിന് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഗൂഗിളിന്റെ ഡ്രൈവ് ഉണ്ട്, ഗൂഗിൾ ജിമെയിൽ ഉണ്ട്, ഇങ്ങനെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമുകൾ ആർക്കുണ്ട്? ഗൂഗിളിനുണ്ട്. ദെൻ വീണ്ടും ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ മെയിൽ, ഗൂഗിൾ AI എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോംസുകൾ ആർക്കുണ്ട്? ഗൂഗിളിനുണ്ട്. സോ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഡിഫറെന്റ് ഡൊമൈൻ നെയിമുകളിലാണ്. ഓക്കെ, എല്ലാം google.com-ൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല. gmail.com അത് മറ്റൊരു ഡൊമൈനാണ്. സംഗതി എല്ലാം ഗൂഗിളിന്റെ സെർവറാണ് യൂസ് ചെയ്യുന്നതെങ്കിലും gmail.com എന്ന് പറയുമ്പോൾ അത് ഡൊമൈൻ ഒന്ന് മാറി. google.com, gmail.com, ദെൻ ഡ്രൈവ് നമുക്ക് കാണാൻ പറ്റും, ഗൂഗിളിന്റെ അണ്ടറിലാണ് ഡ്രൈവ് വരുന്നത്. സോ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ google.com എന്ന് പറയുന്നതിലെ ഗൂഗിൾ എന്നുള്ള ടേമാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. സോ ഏത് ഡൊമൈൻ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഗൂഗിളിനെ സംബന്ധിച്ച് gmail.com ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, അങ്ങനെ പല പ്ലാറ്റ്ഫോംസുകളുണ്ട്. ഇതിൽ ഏത് ഡൊമൈൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് മനസ്സിലാക്കുന്നത്. ഡൊമൈൻ ഏതാണ്? ഓക്കെ, അപ്പൊ നമ്മൾ തീരുമാനിക്കുകയാണ് gmail.com ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചു. ഓക്കെ, gmail.com ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത് തീരുമാനിച്ചു. അല്ലെങ്കിൽ google.com ആണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. സോ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഡൊമൈനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? gmail.com ഉണ്ട്, google.com ഉണ്ട്. സോ അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുമോ? ഇല്ല. അപ്പോഴാണ് നമ്മൾ സ്കോപ്പ് എന്നുള്ളൊരു ടേം കൂടി ഒപ്പം പഠിക്കുന്നത്. അപ്പൊ ഡൊമൈൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു കമ്പനിയുടെ ഡൊമൈൻ നെയിം. അതിനകത്ത് ഗൂഗിളിന് തന്നെയാണെന്നുണ്ടെങ്കിൽ google.com ഉണ്ട്, gmail.com ഉണ്ട്, ദെൻ വേറെയും കുറെ പ്ലാറ്റ്ഫോംസുകൾ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്യാണ്. ഗൂഗിൾ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ gmail.com-ഉം google.com-ഉം പെൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളടുത്ത് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഡൊമൈൻ എന്താണ് എന്നുള്ള കാര്യം പിടികിട്ടി. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? സ്കോപ്പ് എന്താണെന്ന് അറിയണം. ഓക്കെ, സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഗൂഗിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ താഴെ എന്ത് doc.google.com ഉണ്ട്. ഓക്കെ, ദെൻ admin.google.com ഉണ്ട്, admin.google.com ഉണ്ട്, അങ്ങനെ image.google.com ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് സബ് ഡൊമൈനുകൾ ഉണ്ടാകും. അപ്പോൾ ഒരു ഡൊമൈനിന്റെ കീഴിൽ തന്നെ ഒരുപാട്
സബ് ഡൊമെയിനുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിൽ ഏതൊക്കെ സബ് ഡൊമെയിൻ ആണ് നമ്മളുടെ പ്രൊജക്ട് മീൻസ് നമ്മളുടെ പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ടാസ്കിൽ ഇതിൽ ഏതൊക്കെ സബ് ഡൊമെയിനുകളാണ് ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കണം. സോ അതാണ് സ്കോപ്പ്. ഇപ്പൊ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു പെനട്രേഷൻ ടെസ്റ്റിംഗ് ടാസ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നതാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പറയാണ് admin.google.com അത് നിങ്ങൾ പെൻ ടെസ്റ്റിംഗ് ചെയ്യണ്ട, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, google.com നമ്മളുടെ ഡൊമൈനാണ്, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഡൊമൈൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, അത് നമുക്ക് പെൻ ടെസ്റ്റിംഗ് ചെയ്യാനുള്ളതാണ്. എന്നാൽ അതിനകത്ത് admin.google.com ഉണ്ട്, drive.google.com ഉണ്ട്. അവർ പറയണ drive.google.com നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ admin.google.com നിങ്ങൾ ചെയ്യരുത്. ആരാണ് നമ്മളോട് പറയുന്നത്? നമ്മളുടെ ക്ലൈന്റ് ആരാണ്? ഗൂഗിളിന്റെ ഓഫീസേഴ്സ്, ഗൂഗിളിന്റെ സ്റ്റാഫ്. അവർ വന്നിട്ടാണ് നമ്മളോട്, ഹയർ ഒഫീഷ്യൽസ്, അവർ വന്നിട്ടാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ അവർ നമ്മളോട് പറയും gmail.com google.com നിങ്ങൾ പെൻ ടെസ്റ്റിംഗ് ചെയ്തോളൂ, അത് നമ്മുടെ ഡൊമൈനാണ്. എന്നാൽ അതിനകത്ത് വരുന്ന സബായിട്ടുള്ള admin.google.com നിങ്ങൾ ചെയ്യരുത്. എന്നാൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ drive.google ചെയ്തോളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒരു ഔട്ട്ലൈൻ ആണ് എന്ത് പറയുന്നത്, സ്കോപ്പ് എന്ന് പറയുന്നത്. സോ സ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അനുവദനീയമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു പ്രൊജക്റ്റിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറയും സ്കോപ്പ്, എക്സാക്ട് സ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ സ്കോപ്പിൽ വരുന്ന കാര്യമാണ് ദെൻ നമ്മൾ ഇനി ഏതൊക്കെ IP-കൾ, അതുപോലെ ഏതൊക്കെ URL-കൾ. ഉദാഹരണത്തിന് ഒരു സബ് ഡൊമൈൻ അല്ലെങ്കിൽ ഒരു ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഒരു വെബ്സൈറ്റ് ആണ്. സോ ആ വെബ്സൈറ്റിനകത്ത് ഒരുപാട് വെബ് പേജുകൾ ഉണ്ടാകും. വെബ്സൈറ്റിനകത്ത് തന്നെ ഡിഫറെന്റ് പേജുകൾ ഉണ്ടാകും. ഇതിൽ ഏതൊക്കെ പേജുകളാണ് പെൻ ടെസ്റ്റിംഗ് നടത്തേണ്ടത്, ഏതൊക്കെ ചെയ്യരുത്. അപ്പൊ നടത്തേണ്ടത് ഏതൊക്കെ എന്ന് കിട്ടുമല്ലോ, അത് സ്കോപ്പിൽ പെടുന്നതാണ്. അതാണ് എന്ത് ഡിഫറെന്റ് URLs എന്ന് പറയുന്നത്. ദെൻ URLs മാത്രമല്ല, IP അഡ്രസ്സുകൾ, എന്തൊക്കെ IP അഡ്രസ്സുകൾ നമുക്ക് നടത്താൻ പറ്റും. നമുക്കറിയാം ഡൊമൈൻ നെയിം എല്ലാം മെൻഷൻ ചെയ്യുന്നത് ഒരു IP അഡ്രസ്സിലേക്കാണ്. സോ ഏതൊക്കെ IP അഡ്രസ്സുകൾ നമുക്ക് പെൻ ടെസ്റ്റിംഗ് നടത്താം, അതേപോലെ ഏതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ദെൻ പിന്നെ നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ ഏത് തരം പെൻ ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത്. ബ്ലാക്ക് ബോക്സ് പെൻ ടെസ്റ്റിംഗ് ഉണ്ട്, വൈറ്റ് ബോക്സ് പെൻ ടെസ്റ്റിംഗ് ഉണ്ട്, ഗ്രേ ബോക്സ് ഉണ്ട്. ഇതിൽ ഏത് പെൻ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. കമ്പനിയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്പനി നമ്മളോട് പറയും ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ തന്നെ സ്വയം പെൻ ടെസ്റ്റിംഗ് നടത്തണം. അങ്ങനെയാണെങ്കിൽ അത് ഏതാണ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ്. സോ ഇതിൽ ഏത് തരം പെൻ ടെസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ കമ്പനി പറയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഫുൾ ഇൻഫർമേഷൻ തരാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ്. എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പാർഷ്യൽ ഇൻഫർമേഷൻ മാത്രമേ തരുന്നുള്ളൂ, ബാക്കി ഇൻഫർമേഷനൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം പെൻ ടെസ്റ്റിംഗ് നടത്താൻ. നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിനെയും gmail.comനെയും പെൻ ടെസ്റ്റിംഗ് നടത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പാർഷ്യൽ ഇൻഫർമേഷൻസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ടാർഗറ്റിനെ പെൻ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ പിന്നീട് നമുക്ക് കമ്പനി തരും യൂസർ റോൾസ്, അതേപോലെ എന്തൊക്കെ യൂസർ ആക്സസുകൾ ഉണ്ട് എന്നുള്ള കാര്യം കമ്പനി നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, എന്തൊക്കെ യൂസേഴ്സിന് ഈ ഒരു വെബ് പേജിൽ പെർമിഷൻസ് ഉണ്ട്, ആരൊക്കെയാണ് ഇവിടുത്തെ യൂസേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു വെബ് പേജിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് അവർ കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തരും. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ക്ലയന്റുമായിട്ട് മീറ്റ് നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. സോ അവിടെ നിന്ന് നമുക്ക് വ്യക്തമാവും എന്താണ് ഒരു പെൻ ടെസ്റ്ററെ സംബന്ധിച്ച്. ഒരു ക്ലയന്റ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ വെബ്സൈറ്റ് ആദ്യമായിട്ട് കാണാം. പ്രധാനപ്പെട്ട ആമസോണോ അല്ലെങ്കിൽ ഗൂഗിളോ പോലെയുള്ള പ്ലാറ്റ്ഫോം ഒക്കെ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത് പരിചയമുണ്ട്. എന്നാൽ റിയൽ ടൈമിലേക്ക് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമ്മൾ ഒരു പെൻട്രേഷൻ ടെസ്റ്റിംഗിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഗൂഗിളോ ആമസോണോ ആയിരിക്കില്ലല്ലോ നമ്മളുടെ അടുത്ത് ആദ്യമായിട്ട് വരുന്ന പെൻ ടെസ്റ്റിംഗ് ചെയ്യാൻ വരുന്നവർ. ആദ്യമായിട്ട് നമ്മളുടെ ഏതെങ്കിലും ഒരു ലോക്കൽ വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ നമുക്ക് പോലും പരിചയമില്ലാത്ത ഏതെങ്കിലും ക്ലയന്റ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. ദെൻ ആ ക്ലയന്റിന്റെ കയ്യിലുള്ള വെബ് പേജ് ചിലപ്പോൾ അത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല. സോ ആ ഒരു വെബ് പേജ് നമ്മൾ ഇന്നേ വരെ യൂസ് ചെയ്യാത്തൊരു വെബ് പേജിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ വെബ്സൈറ്റിനെ പൂർണ്ണമായി പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ എന്താണ് ഡൊമൈൻ എന്നുള്ളതും അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്നുള്ളതും ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കണം, വ്യക്തമായിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു വെബ്സൈറ്റ് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ആ വെബ്സൈറ്റിലുള്ള യൂസേഴ്സുകൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്,
അവിടെ മറ്റു റെഗുലർ യൂസേഴ്സ് ഉണ്ട്. ഇനി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓരോ യൂസേഴ്സിനും എന്ത് തരം പ്രിവിലേജ് ആണ് ഓരോ പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഉള്ളത്, അത് ആദ്യം അവിടെ ഡിസ്കഷൻ നടത്തണം. ദെൻ യൂസേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റും, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ പെൻ ടെസ്റ്റിംഗിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ വെക്കണം. അതുപോലെ തന്നെ ഔട്ട് ഓഫ് സ്കോപ്പ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അവിടെ പറയണം. ഓക്കെ, ചില സർവറുകൾ എത്തുന്ന സമയത്ത് പറയണം ആ സർവറിലൊന്നും നിങ്ങൾ ടെസ്റ്റിംഗ് നടത്തണ്ട. അല്ലെങ്കിൽ ഗൂഗിളിന് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ gmail.com മറ്റു ഓർഗനൈസേഷനുമായിട്ട് ചില തേർഡ് പാർട്ടി കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഡിവൈസുകളുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, പ്ലാറ്റ്ഫോമുകളായിട്ട് ചിലപ്പോൾ ക്ലൗഡുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ദെൻ നമ്മൾ അറ്റാക്ക് ഒക്കെ ചെയ്ത് പഠിക്കും അല്ലെങ്കിൽ പെൻ ടെസ്റ്റിംഗ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഡോസ് അറ്റാക്കുകൾ, സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്കുകൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതൊന്നും അങ്ങനെ നിങ്ങൾ ഒരു വൾനറബിലിറ്റി കണ്ടുപിടിക്കേണ്ട. ഡോസ് അറ്റാക്ക് നടത്തി അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് നടത്തിയിട്ട് ഒരു വൾനറബിലിറ്റി കണ്ടുപിടിക്കണം. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ്, ഔട്ട് ഓഫ് സ്കോപ്പ് ആണ്. ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്. ചില വെബ് പേജ് കാണിച്ചിട്ട് പറയും ആ വെബ് പേജിലൊന്നും ചെയ്യരുത്. അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ആ സബ് ഡൊമൈനും ചെക്ക് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ഏതെങ്കിലും ഒരു സബ് ഡൊമൈൻ പറഞ്ഞിട്ട് പറഞ്ഞു അതിൽ നിങ്ങൾ ചെയ്യരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ admin.google.com നിങ്ങൾ ഗൂഗിളിന്റെ എല്ലാ സബ് ഡൊമൈനിലും ചെയ്തോളും, പക്ഷെ admin.google ചെയ്യരുത്. അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, ചെയ്യാൻ പാടില്ല എന്നത് വ്യക്തത എവിടെ ഉണ്ടാകും, സ്കോപ്പിൽ നമുക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, ദെൻ എപ്പോഴാണ് നമ്മളൊരു പ്രൊജക്ട് തുടങ്ങാൻ പോവാണ്, ഒരു പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്പനിയെ സംബന്ധിച്ചൊരു പ്രൊജക്റ്റ് ആണ്. സോ ആ ഒരു പ്രൊജക്ട് നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്ന് എൻഡ് ചെയ്യുന്നു, എപ്പോഴും നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും, എപ്പോഴൊക്കെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് അതിന്റെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്കഷൻ വെക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് ഫസ്റ്റ് സ്റ്റെപ്പിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത്, ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മളുടെ സ്കോപ്പ്, ഇതാണ് നമ്മളുടെ IPs വെബ്സൈറ്റ്സുകൾ URLകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നില്ല, അതിനെ പറ്റി ആ ഒരു വെബ്സൈറ്റിനെ പറ്റി ക്ലിയർ ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എന്താണ്, നമ്മളുടെ പ്രൊജക്ട് ഏരിയനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രൊജക്ട് ഏരിയനെ പറ്റി, നമ്മൾ ചെയ്യാനുള്ള വെബ്സൈറ്റിനെ പറ്റി മനസ്സിലാക്കി, അതിനെപ്പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാക്കി. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും വാങ്ങിക്കേണ്ടത് ഒരു റിട്ടൺ ഓതറൈസേഷൻ ലെറ്റർ വാങ്ങിക്കണം. ഓക്കെ, കാരണം ഇത് എപ്പോഴും ഒരു ലീഗൽ കംപ്ലൈന്റ് അല്ലെങ്കിൽ ലീഗൽ കേസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു പെനട്രേഷൻ ടെസ്റ്റിംഗിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു റിട്ടൺ ലെറ്റർ നമ്മൾ വാങ്ങിയിരിക്കും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ഓതറൈസേഷൻ തന്നിട്ടുണ്ട്, ഒരു പെനട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യാനുള്ള പെർമിഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു റിട്ടൺ ലെറ്ററിൽ തന്നെ, ഒരു ഫിസിക്കലായിട്ട് നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റണം, ഒരു ലീഗൽ പേപ്പറിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കമ്പനി നമ്മൾ എന്താണ്, ഒരു വാക്കാൽ നമ്മളോട് പറയുകയാണ് നിങ്ങൾ പെൻ ടെസ്റ്റിംഗ് ചെയ്തോളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ എന്തെങ്കിലും ഇഷ്യൂ പറ്റിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ തിരുത്തി പറയാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിട്ടൺ ലെറ്ററിൽ ആ ഒരു കാര്യം എഴുതി വാങ്ങണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ പെർമിഷൻസ്, അവർ നമുക്ക് അങ്ങനെ ഒരു സാങ്ഷൻ അല്ലെങ്കിൽ പെർമിഷൻ തന്നിട്ടുണ്ട് എന്നത് തെളിവ് കൂടിയാണ് എന്ത്, നമുക്ക് ഇങ്ങനെയുള്ള ഒരു റിട്ടേൺ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒരു പെർമിഷൻസ് കിട്ടി, അവരുടെ നിന്നുള്ള പെർമിഷൻ, നിങ്ങൾ പെൻ ടെസ്റ്റിംഗ് നടത്തിക്കോളും, റിട്ടേൺ ലെറ്റർ. അതൊരു ലീഗൽ പേപ്പറിൽ വേണം അത് എഴുതി വാങ്ങിക്കാൻ വേണ്ടി. ദെൻ അതിനുശേഷം നമ്മളിപ്പോൾ ഒരു റിട്ടേൺ ലെറ്റർ നമുക്ക് കിട്ടി, ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ സ്വാഭാവികമായിട്ടും ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചാർജും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കഷൻ നടത്തും. നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ ചെയ്യണം, എന്തൊക്കെ അറ്റാക്കുകൾ എന്നതിനെ പറ്റി ഒരു കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും അതിന്റെ ചാർജസും കാര്യങ്ങളും അതും കൂടി ഈ ഒരു ഡിസ്കഷനിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ ആരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഒരു പെൻ ടെസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വൾനറബിലിറ്റികൾ കാണും. സോ ഇത് ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഓക്കെ, പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയും, അത് ആരൊക്കെയാണെന്നുള്ളത് തുടക്കത്തിലെ എഴുതി വാങ്ങിക്കും. ദെൻ റിപ്പോർട്ട് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യവും നമ്മൾ തുടക്കത്തിലെ സംസാരിച്ച് മനസ്സിലാക്കും.
ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. പെനിട്രേഷൻ ടെസ്റ്റിംഗ് ഫേസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാതറിംഗിലേക്ക് ഇറങ്ങുന്നത്. അതിന് മുന്നേ തന്നെ ഓവറോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്താണോ നമ്മുടെ പ്ലാറ്റ്ഫോം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും. സോ ഓരോ പെനിട്രേഷൻ ടീമും അല്ലെങ്കിൽ പെൻ ടെസ്റ്റിംഗ് ടീം അല്ലെങ്കിൽ പെൻ ടെസ്റ്റേഴ്സ് ഈ ഒരു പെൻ ടെസ്റ്റിംഗിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരൊരു ലിസ്റ്റ് ഓഫ് ചെക്ക് ലിസ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ടാണ് അവർ ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ഒരു ക്വസ്റ്റ്യൻ പോലും വിടരുത്, അവരുടെ ഒരു സംശയം പോലും ആയി പോകരുത്. സോ അവരെപ്പോഴും ഒരു ചെക്ക് ലിസ്റ്റും കൊണ്ടാണ് നമ്മളുടെ ക്ലയന്റിനെ വിസിറ്റ് ചെയ്യുക. ക്ലയന്റിനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്, കാരണം ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു ക്ലയന്റ് മീറ്റിംഗ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവരും ഒരു കമ്പനി നടത്തുന്നതായിരിക്കും, നമ്മൾ വേറെ കമ്പനി നടത്തുന്നതായിരിക്കും, രണ്ടു കൂട്ടർക്കും തിരക്കുണ്ടാകും. സോ പോകുന്ന സമയത്ത് തന്നെ എല്ലാ ചോദ്യങ്ങളും എല്ലാ സംശയങ്ങളും നമ്മൾ തീർക്കണം. സോ നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചത്. ഹൗ മെനി വെബ് അപ്ലിക്കേഷൻസ് ആർ ടു ബി ടെസ്റ്റഡ്, എത്ര പ്ലാറ്റ്ഫോംസുകൾ ടെസ്റ്റ് ചെയ്യണം, അത് ഏതൊക്കെയാണ്? 3 വെബ് അപ്ലിക്കേഷൻ ഉണ്ട്, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ദെൻ ഓരോന്നിന്റെയും URL എന്തൊക്കെയാണ്, അല്ലെങ്കിൽ IP അഡ്രസ്സുകൾ എന്തൊക്കെയാണ്, അത് നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് വാങ്ങി ആ ഡൊമൈനുകൾ വാങ്ങിച്ചു. ദെൻ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് നമ്മൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ അതിന്റെ ലിങ്ക്, ഇതിന്റെയൊക്കെ ലിങ്കുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. ദെൻ വാലിഡ് IPs അല്ലെങ്കിൽ വാലിഡ് URLകളുടെ ലിങ്കുകളൊക്കെ നമ്മൾ ചെയ്തു വെക്കും. ഓക്കെ, ദെൻ അതുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ഡിസ്കഷൻ സമയത്ത് എല്ലാ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും, എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്യും. ഇനി എങ്ങനെയാണ് നമ്മൾ സബ് ഡൊമൈനുകൾ കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡൊമൈൻ അറിയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിൾ.com ഒരു ഡൊമൈനാണ്. നമുക്ക് ഗൂഗിളിന്റെ സബ് ഡൊമൈനുകൾ അറിയാം. വേറെ ഏതെങ്കിലും ഒരു ഡൊമൈൻ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഡൊമൈൻ, ആ ഒരു കംപ്ലീറ്റ് ഡൊമൈനകത്ത് വേറെ എന്തെങ്കിലും സബ് ഡൊമൈനുകൾ, അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഇവിടെ ഒരു കമ്പനി നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പറയുവാണ്, നിങ്ങൾ Google.comനെ പെൻ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ Facebook.comനെ പെൻ ടെസ്റ്റ് ചെയ്യണം. കേൾക്കുമ്പോൾ നമുക്ക് അതൊന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഡൊമൈനെ പെൻ ടെസ്റ്റ് ചെയ്യണം, ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഡൊമൈനെ പെൻ ടെസ്റ്റ് ചെയ്യണം ആയിരിക്കും അവർ പറയാം. കേൾക്കുമ്പോൾ നമുക്ക് അതൊരൊറ്റ പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും നമ്മളത് ഇതിലേക്ക് വരുന്ന സമയത്ത്, നമ്മളത് പെൻ ടെസ്റ്റിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതൊരൊറ്റ ഡൊമൈൻ ആയിരിക്കില്ല, അതിന്റെ കീഴിൽ ഒരുപാട് സബ് ഡൊമൈനുകൾ ഉണ്ടാകും. ഓക്കെ, ഫേസ്ബുക്കിന്റെ അണ്ടറിൽ ഒരുപാട് സബ് ഡൊമൈനുകൾ ഉണ്ടാകും. അപ്പൊ ഏതെങ്കിലും ഒരു ക്ലയന്റ് വന്നിട്ട് നിങ്ങളോട് ഞങ്ങളുടെ ഡൊമൈൻ പെൻ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അതൊരൊറ്റ ഡൊമൈൻ ആണ് എന്നുള്ളത്, ഒരൊറ്റ വെബ്സൈറ്റ് മാത്രമാണെന്ന് വിചാരിക്കരുത്. അതേപോലെ നമ്മൾ അതിന്റെ പേയ്മെന്റ് പറയുമ്പോഴും ഒരു ഡൊമൈൻ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ പേയ്മെന്റ് കൊടുത്ത് എഗ്രിമെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുക പെൻ ടെസ്റ്റിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതൊരു ഡൊമൈൻ അല്ല, ആ ഡൊമൈനിന്റെ കീഴിൽ ഒരുപാട് സബ് ഡൊമൈൻ ഉണ്ട്. ഓരോ സബ് ഡൊമൈനും ഓരോ വെബ്സൈറ്റുകളായിരിക്കും. ദെൻ ഓരോ വെബ്സൈറ്റിനകത്തും ഒരുപാട് മൾട്ടിപ്പിൾ URLകൾ, വെബ് പേജുകൾ ഉണ്ടാകും. ഓക്കെ, ഓരോ വെബ് പേജിനകത്തും ഓരോരോ കണ്ടന്റുകൾ, ഡിഫറെന്റ് കണ്ടന്റുകൾ ഉണ്ടാകും. ഒരു ഡൊമൈൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിനകത്ത് ഒരുപാട് സബ് ഡൊമൈനുകൾ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു ഡൊമൈന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇതിന്റെ സബ് ഡൊമൈനുകൾ കാണാം എന്നുള്ളതാണ് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ടൂളുകളാണ് സബ് ഫൈൻഡറും സബ് ലിസ്റ്റർ. ഓക്കെ, നമ്മൾ അതിന് സബ് ലിസ്റ്റർ നോക്കാം. സബ് -d ഞാൻ എന്ത് ചെയ്യുന്നു, ഗൂഗിൾ തന്നെ ആയിക്കോണമെന്നില്ല, പ്ലാറ്റ്ഫോംസുകൾ നമുക്ക് എന്താണോ റിയൽ ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൽ കിട്ടിയ ഡൊമൈൻ നെയിം, സോ ആ ഒരു ഡൊമൈൻ നെയിം ഇവിടെ കൊടുക്കുന്നു. സബ് ലിസ്റ്റർ -d google.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ലിസ്റ്റ് ഓഫ് സബ് ഡൊമൈനുകൾ ഇവിടെ ലോഡായിട്ട് വരും. ഓക്കെ, നമുക്ക് ഈ നെക്സ്റ്റ് ടാബിൽ നമുക്ക് വേറൊരു ടൂൾ യൂസ് ചെയ്യാം, സബ് ഫൈൻഡർ.
subfinder the same way subfinder -d google subfinderും then സിമിലർ ടൂൾ ആണ്. സബ് ഡൊമൈനുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ടൂളാണ് ഏത് സബ്ഫൈൻഡർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ടൂൾ എന്ത് ചെയ്യും, നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സബ് ഡൊമൈനുകൾ അതിനണ്ടറിലുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കളക്ട് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഗൂഗിളിന്റെ സബ് ഡൊമൈനുകൾ 180 സബ് ഡൊമൈനുകൾ ഇവിടെ കാണുന്നുണ്ട്. admin.google.com, ആഡ് മാനേജർ google.com, accounts.google.com, ഇതൊക്കെ എന്താണ് google.com എന്ന് പറയുന്ന ഒരു ഡൊമൈനിന്റെ സബ് ഡൊമൈനുകളാണ്. സോ ഇതൊക്കെ എന്താണ് ഡിഫറെന്റ് വെബ്സൈറ്റുകളാണ്. ഇതിന്റെ അണ്ടറിൽ ഒരുപാട് വെബ് പേജുകൾ ഉണ്ടാകും. ഇതെല്ലാം ഓരോരോ വെബ്സൈറ്റുകളായിരിക്കും. ഇതിനകത്തൊക്കെ ഓരോരോ സബ് വെബ് പേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ശരിക്കും 180 മാത്രമാണോ ഗൂഗിളിന്റെ സബ് ഡൊമൈൻസ് ആയിട്ടുള്ളത്? അല്ല, നമ്മളിപ്പോൾ കണ്ടത് സബ് ലിസ്റ്റർ എന്ന് പറയുന്ന ടൂളിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട് അത് മുഴുവൻ കിട്ടിയിട്ടില്ല. ദെൻ നമ്മൾ ഇനി സബ് ഫൈൻഡറിലേക്ക് നോക്കുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഡിഫറെന്റ് നെയിമുകളിൽ ഒരുപാട് സബ് ഡൊമൈനുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്താണ് തീരുന്നില്ല, ഒരുപാട് സബ് ഡൊമൈനുകൾ നമുക്ക് ഈ സബ് ഫൈൻഡർ എന്ന് പറയുന്ന ടൂള് വഴി നമുക്ക് കാണാൻ സാധിച്ചു. ഏകദേശം കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ടാകും 10,000. ഓക്കെ, 10,000, 1,00,000, 1,00,000 മുകളിൽ സബ് ഡൊമൈനുകൾ ആർക്കുണ്ട്? google.com-ന് 1,00,000 മുകളിൽ സബ് ഡൊമൈനുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരുപാട് സബ് ഡൊമൈനുകൾ ഉണ്ട്. ഇനി ഇതിൽ ഏതൊക്കെ സബ് ഡൊമൈനുകളിലാണ് നമുക്ക് അലോ ചെയ്യുന്നത്, പെർമിറ്റ് ഉള്ളത്, പെർമിഷൻ ഇല്ലാത്തത്? ഓക്കെ, അതും എന്തിന് ബാധകമാണ്? സ്കോപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ബാധകമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വൈറസ് ടോട്ടൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയും വൈറസ് ടോട്ടൽ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മളൊരു URL കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡൊമൈന് നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് വരുന്ന സബ് ഡൊമൈനുകൾ നമുക്ക് അവിടെയും കാണിക്കും. ഞാനിവിടെ എന്ത് ചെയ്യും, .com എന്ന് കൊടുത്തു. google.com എപ്പോഴും അങ്ങനെയല്ല, നമുക്ക് ഏതാണോ നമ്മളുടെ ടാർഗറ്റ്, ആ ടാർഗറ്റ് ഡൊമൈനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ദെൻ അവരിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും സബ് ഡൊമൈൻസുകൾ എത്ര ഉണ്ട് നോക്കിയാൽ 7.4K സബ് ഡൊമൈനുകൾ ഉണ്ട്. 7.4K സബ് ഡൊമൈനുകൾ ഉണ്ട് എവിടെ? വൈറസ് ടോട്ടലിൽ നമുക്ക് കാണുന്നത്. സോ നമുക്ക് ഇങ്ങനെയും സബ് ഡൊമൈനുകളെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോന്ന് ലോഡ് ചെയ്ത് കൊണ്ടുവരണം. അത്രയും സബ് ഡൊമൈനുകൾ എവിടെയുണ്ട്? google.com-ലുണ്ട്. ദെൻ അവരുടെയൊക്കെ IP അഡ്രസ്സുകളും നമുക്കിവിടെ സാധിക്കും. ഓരോ സബ് ഡൊമൈനും നമ്മൾ പറഞ്ഞു ഓരോ വെബ് പേജസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റുകളാണെന്ന് പറഞ്ഞു. ഓരോ വെബ്സൈറ്റിനകത്തും ഡിഫറെന്റ് വെബ് പേജുകൾ ഉണ്ട് എന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ സബ് ഡൊമൈനുകളും ഓരോ വെബ്സൈറ്റുകളാണ്. ഓരോ വെബ്സൈറ്റിനകത്തും ഡിഫറെന്റ് വെബ് പേജുകളാണ്. സോ വെബ് പേജുകൾ എനുമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെർബസ്റ്റർ അല്ലെങ്കിൽ റോബസ്റ്റർ. ഹെർബസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു GUI ടൂളാണ്. ഒരു GUI ടൂൾ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഡൊമൈനുകൾക്കൊക്കെ ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് വേറെ പേജുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു GUI ആയിട്ട് കിട്ടും. എന്നാൽ അതിന്റെ CLI വെർഷനാണ് DIRB. ഓക്കെ, ഹെർബസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു, HTTPS google.com. ഞാൻ ഒരു ഡൊമൈൻ google.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ google.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിനകത്ത് വേറെ ഏതെങ്കിലും പേജുകൾ അല്ലെങ്കിൽ വെബ് പേജുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് DIRB എന്ന് പറയുന്നത്. ഹെർബസ്റ്റർ
ബൈ ഡിഫാൾട്ട് ഒരു വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കാണുന്ന യൂസർ ഷെയർ DIRB വേർഡ് ലിസ്റ്റ് കോമൺ ഡോട്ട് TXT എന്ന് പറയുന്ന വേർഡ് ലിസ്റ്റ് ബൈ ഡിഫാൾട്ട് ആര് യൂസ് ചെയ്യുന്നുണ്ട്? ഡെർബസ്റ്റർ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു സെപ്പറേറ്റ് വേർഡ് ലിസ്റ്റ് കൊടുക്കണമായിരുന്നു എങ്കിൽ നമുക്ക് -W എന്നിട്ടിട്ട് ആ വേർഡ് ലിസ്റ്റിന്റെ പാർട്ട് സ്പേസ് ഇട്ടിട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മളുടേതായ വേർഡ് ലിസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ബൈ ഡിഫാൾട്ട് അവരൊരു ഡിഫാൾട്ട് വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് യൂസർ ഷെയർ പേർക്ക് വേർഡ് ലിസ്റ്റ് കോമൺ ഡോട്ട് TXT എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നോക്കിയാൽ google.comന് ഡിഫറെന്റ് പേജുകൾ 2001, 2002, 2003 ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് വെബ് പേജസുകളാണ്. google.comനകത്ത് ഇങ്ങനെയുള്ള ഡിഫറെന്റ് പേജസുകൾ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. google.com/accounts എന്ന് പറയുന്ന ഒരു വെബ് പേജ് ഇവിടെ കാണാൻ പറ്റും. google.com/account. ദെൻ വേറെ അഡ്വാൻസ്ഡ് സെർച്ച് ഉണ്ട്, പേജസുകൾ. ഓക്കെ, ഇത് google.comന്റെ അക്കൗണ്ട്സ് പേജാണ്. പേജുകൾ നമുക്ക് DIR പറയുന്നു. ഇവിടെ നമുക്ക് അതിങ്ങനെ ലോഡ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോഴും തീർന്നിട്ടില്ല, തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ സിമിലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ബസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ബസ്റ്റർ DIR ലിസ്റ്റ് നമ്മൾ കൊടുക്കണം. ഞാൻ എന്ത് ചെയ്തു? ആ വേർഡ് ലിസ്റ്റും കൊടുത്തു. എന്ത് ചെയ്യുന്നുണ്ട്? google.com ഗോബസ്റ്റർ വഴിയും നമുക്ക് വേറെ ഏതൊക്കെ പേജുകൾ ഉണ്ട്, google.comന് ഏതൊക്കെ പേജുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഗോബസ്റ്റർ കുറച്ചും കൂടി നമ്മളുടെ ഡെർബസ്റ്റിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. ദെൻ കുറച്ചുകൂടി സ്ട്രക്ചർ ആയിട്ട് നമുക്ക് റിസൾട്ടുകൾ നേരത്തെ നമ്മൾ കണ്ട ഡെർബസ്റ്ററിൽ കണ്ടതിനേക്കാൾ കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. ഗോബസ്റ്റർ വഴി പറ്റും. ഓക്കെ, ദെൻ കണ്ടോ ഡിഫറെന്റ് വെബ്സൈറ്റുകൾ ക്ലിയർ ആയിട്ട് സ്റ്റാറ്റസ് കോഡ് അടക്കം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കാൻ ചെയ്ത് തീർന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വേർഡ് ലിസ്റ്റിന് എത്ര ഉണ്ടെന്നാണ്. സോ ഒരു വേർഡ് ലിസ്റ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നതാണ് ഏതൊക്കെ URL വർക്കിംഗ് ആണ് കാര്യം. ഓക്കെ, സോ നമുക്കൊരു ടാർഗറ്റ് ഡൊമൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളിപ്പോൾ ഒരു ഡൊമൈനിന്റെ മാത്രമാണ് അല്ലെങ്കിൽ ഒരു സബ് ഡൊമൈനിന്റെ മാത്രമാണ് ഇതേപോലെ ഏതൊക്കെ വെബ് പേജുകൾ ഉണ്ടെന്ന് നോക്കിയത്. അതുപോലെ ഏതൊക്കെ സബ് ഡൊമൈനുകൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും, ഏതൊക്കെ ഹിഡൻ പേജുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്.